ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഓക്കെ. അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈമാണ്. മൈം എന്ന് പറഞ്ഞാൽ മൾട്ടിപർപ്പസ് ഇന്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻ ആണ്. അതായത് ഇറ്റ് ഇസ് എൻ എക്സ്റ്റൻഷൻ ടു ദ RFC 822 അല്ലെങ്കിൽ 5322 framework that is intended to address some of the problems and limitations of the use of SMTP or some other mail transfer protocols and RFC 822 for electronic mails. That is RFC 822 അല്ലെങ്കിൽ RFC 5322 ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് നമ്മൾ മൈം ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, മൈം എന്ന് പറഞ്ഞാൽ മൾട്ടിപർപ്പസ് ഇന്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻസ്. ഓക്കെ, ഈ SMTP യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സം അതർ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഡിസ്കവർ ചെയ്തതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആയിട്ട് ഈ മൈം ഡെവലപ്പ് ചെയ്തെടുത്തത്. ഓക്കെ, ഫോളോയിങ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് SMTP ഓർ 822 സ്കീംസ്. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ലിമിറ്റേഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കനോട്ട് ട്രാൻസ്മിറ്റ് എക്സിക്യൂട്ടബിൾ ഫയൽസ് ഓർ അതർ ബൈനറി ഒബ്ജക്റ്റ് ഓർ ബൈനറി ഫയൽസ്. അതായത് എക്സിക്യൂട്ടബിൾ ഫയൽസ് അല്ലെങ്കിൽ ബൈനറി ഫയൽസിന് അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ മീൻസ് അതായത് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ എന്താക്കണമായിരുന്നു, അതിനെ ആസ്കി ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. നെക്സ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ SMTP കനോട്ട് ട്രാൻസ്മിറ്റ് ടെക്സ്റ്റ് ഡാറ്റ ദാറ്റ് ഇൻക്ലൂഡ്സ് നാഷണൽ ലാംഗ്വേജ് ക്യാരക്ടേഴ്സ്. അതായത് നാഷണൽ ലാംഗ്വേജ് ക്യാരക്ടേഴ്സ് നോട്ട് സപ്പോർട്ടഡ് ആണ്. ദാറ്റ് മീൻസ് നോൺ ആസ്കി ക്യാരക്ടേഴ്സ് അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ SMTP servers may reject mail message over a certain size. അതായത് ഒരു certain സൈസിൽ കൂടുതലുള്ള മെസ്സേജ് ആണെങ്കിൽ എന്ത് ചെയ്യും, അത് റിജക്ട് ചെയ്യായിരുന്നു. ദെൻ വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ SMTP gateways to X.400 electronic mails networks cannot handle non-textual data including 4x X400 messages. The next problem എന്ന് പറഞ്ഞാൽ SMTP might have translation problems in character code. Then some implementation do not follow complete to the SMTP standards, some common problems. Okay, ഇതൊക്കെയാണ് SMTP യിൽ നമ്മൾ കുറച്ച് ലിമിറ്റേഷൻസ് ആയിട്ട് കണ്ടത്. അതേപോലെ തന്നെ സം അതർ കുറച്ച് ലിമിറ്റേഷൻസ് കൂടെ ഉണ്ട്. ദെൻ സം അതർ പ്രോബ്ലംസ് വിത്ത് RFC ആൻഡ് SMTP. ഇനി വേറെ കുറച്ച് പ്രോബ്ലംസ് കൂടി അതിൽ വരുന്നുണ്ട്. ആ ഒരു SMTP ഇംപ്ലിമെന്റേഷന്റെ സമയത്ത് വേറെ കുറച്ച് പ്രോബ്ലംസ് കൂടെ നമ്മൾ അവിടെ ഡിസ്കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഏതൊക്കെയാ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാല് ഈ ക്യാരേജ് റിട്ടേൺസിന്റെ അല്ലെങ്കിൽ ലൈൻ ഫീഡ് ക്യാരക്ടേഴ്സിനെ ഡിലീറ്റ് ചെയ്യാനും അതേപോലെ ആഡ് ചെയ്യാനും അല്ലെങ്കിൽ അതിന്റെ ഓർഡറിനെ റീഅറേഞ്ച് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ലെങ്തി ആയിട്ടുള്ള ലൈൻസിനെ ട്രൺകേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതേപോലെ 76 ക്യാരക്ടേഴ്സിനേക്കാൾ മുകളിൽ വരുന്ന ലൈൻസിനെ വാപ്പ് ചെയ്ത് വെക്കാനും പറ്റുമായിരുന്നു. അതേപോലെ തന്നെ എന്താ, ഈ ഫ്രണ്ടിലും ലാസ്റ്റിലും വരുന്ന വൈറ്റ് സ്പേസ് അല്ലെങ്കിൽ ടാബ് വരുന്നതിനൊക്കെ റിമൂവ് ചെയ്യും. അതേപോലെ മെസ്സേജിന് ഒരേ ലെങ്തിലേക്ക് പാഡ് ചെയ്യുന്നു. ദെൻ ടാബ് ഉള്ളതിനെ മൾട്ടി സ്പേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പം ഈ പ്രോബ്ലംസ് ഒക്കെ ആയിരുന്നു RFCയിലും SMTPയിലൊക്കെ മെയിൻ ആയിട്ട് വന്നിരുന്നത്. അപ്പം ഈ ഒരു ഇഷ്യൂസിനെ എല്ലാം ഈ ഇഷ്യൂസ് എല്ലാം RFC 822 അല്ലെങ്കിൽ അതിന്റെ എക്സ്റ്റൻഷൻ ആയ RFC 5322 ഉണ്ടായതാണ്. അപ്പം ഈ ഒരു പ്രോബ്ലത്തിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനൊരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് മൈം എക്സ്റ്റൻഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, അതായത് മൈം അതാണ് മൈം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദെൻ നമുക്ക് അടുത്ത് നോക്കാൻ പോകുന്നത് മൈമിന്റെ സ്പെസിഫിക്കേഷൻ ആണ്. അപ്പൊ എന്തൊക്കെയാണ് മൈമിന്റെ സ്പെസിഫിക്കേഷൻ? മെയിൻ ആയിട്ട് 3 കോമ്പോണൻസ് ആണ് മൈമിന്റെ സ്പെസിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അതായത് 5 ന്യൂ മെസ്സേജ് ഹെഡർ, ദെൻ എ നമ്പർ ഓഫ് കണ്ടന്റ് ഫോർമാറ്റ്സ്, ദെൻ ട്രാൻസ്ഫർ ആൻഡ് കോഡിംഗ്. അപ്പം അതില് ഫസ്റ്റ് വൺ എന്താണെന്ന് നോക്കാം. The 5 new message header fields are defined, which may be included in an RFC 822 header. This fields provides information about the body of the message. ഇപ്പൊ ഫസ്റ്റ് എന്താണ് അത് അവിടെ ആഡ് ചെയ്തത്? The message header field ആണ് അത് ഫസ്റ്റ് ആഡപ്പ് ചെയ്തത്. അതായത് 5 മെസ്സേജ് ഹെഡർ ഫീൽഡ്സ് ആണ് അത് ഫസ്റ്റ് ഡിഫൈൻ ചെയ്തത്. അപ്പൊ ഈ ഒരു ഹെഡർ ഫീൽഡ്സിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയെ പറ്റി, അതായത് മെസ്സേജ് ബോഡിയെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ അല്ലെങ്കിൽ ബോഡിയിൽ എന്തൊക്കെ ഡാറ്റാസ് ആണ് ഉള്ളത് എന്ന ആ ഒരു ഇൻഫർമേഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെഡർ ഫയൽസ് യൂസ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് 5 ഹെഡർ ഫയൽസ് ഡിഫൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്സ്. ദെൻ സെക്കൻഡ് നമ്മൾ ആഡ് ചെയ്തത് എന്താണ്? നമ്പർ ഓഫ് കണ്ടന്റ് ഫോർമാറ്റ്സ്. സെക്കൻഡ് ആഡ് ചെയ്തത് കണ്ടന്റ് ഫോർമാറ്റ്സ് ആണ്. അതായത് നമ്മുടെ മെയിലിലുള്ള ബോഡി എന്തെല്ലാം ടൈപ്സ് ആവും അല്ലെങ്കിൽ എന്തെല്ലാം ടൈപ്സിന് അത് സപ്പോർട്ട് ചെയ്യും എന്നുള്ളതിനൊക്കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു നമ്പർ ഓഫ് കണ്ടന്റ് ഫോർമാറ്റ്സിനെ ഡിഫൈൻ ചെയ്തത്. ദെൻ തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ എൻകോഡിംഗ്. അപ്പം ആ ഒരു വേർഡിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എൻകോഡിങ്സുകളാണ് അതിൽ വരുന്നത്. അപ്പം ഈ അയക്കുന്ന അതായത് നമ്മൾ അയക്കുന്ന മെയിൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇടയ്ക്ക് എന്താണ്, ഒരു
ആൾട്ടർനേറ്റ്സ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ്, ഈ ട്രാൻസ്ഫർ എൻകോഡിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് എംഐഎമ്മിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഹെഡർ ഫയൽസ് ഡിഫൈൻ ചെയ്യണം, 5 ന്യൂ ഹെഡർ ഫയൽസ് ഡിഫൈൻ ചെയ്യാണ്. അപ്പൊ അതെന്തിനാണ്, നമ്മുടെ ബോഡിയിലെ ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ദ നമ്പർ ഓഫ് കണ്ടന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതായത് നമ്മുടെ മെയില് എന്തൊക്കെ ടൈപ്സ് ആണുള്ളത്, അപ്പൊ ആ ടൈപ്സിനെ സപ്പോർട്ട് ആ എല്ലാ ടൈപ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിനാണ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് കണ്ടന്റ് ഫോർമാറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ലാസ്റ്റ് വന്നാൽ ട്രാൻസ്ഫർ എൻകോഡിംഗ് ആണ്, അതായത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന എൻകോഡിങ്സുകളാണ്. ഇപ്പൊ ആ ഒരു മെയിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇടയ്ക്ക് ഒരു ആൾട്ടർനേഷൻസ് ഒന്നും കയറി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ മെയിലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്സ് ആണ്. അതാണ് മൈം സ്പെസിഫിക്കേഷനിൽ വരുന്ന 3 കോമ്പോണൻസ്. ഓക്കെ, നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മൈമിന്റെ ഹെഡർ ഫീൽഡ്സ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു മുകളിൽ മൈമിന്റെ സ്പെസിഫിക്കേഷനിൽ ന്യൂ ആയിട്ട് 5 ഹെഡർ ഫീൽഡ്സ് ആയിരുന്നു ആഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ 5 ഹെഡർ ഫീൽഡ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് മൈം വേർഷൻ ആണ്. അപ്പൊ മൈം വേർഷൻ എന്ന് പറഞ്ഞാൽ അവിടെ മൈമിന്റെ കറണ്ട് വേർഷൻ ഏതാണ് അത് യൂസ് ചെയ്യുന്നതെന്ന് അതിന്റെ കൂടെ തന്നെ അതിന്റെ പാരാമീറ്റർ വാല്യൂസ് ആണ് അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഹെഡർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ടൈപ്പ് ആണ്. അപ്പം കണ്ടന്റ് ടൈപ്പ് എന്താ ചെയ്യുന്നത്, ഇപ്പൊ ഡിസ്ക്രൈബ് ദ ഡാറ്റ കണ്ടന്റ് ഇൻ ദ ബോഡി വിത്ത് സഫിഷ്യന്റ് ഡീറ്റെയിൽസ് ദാറ്റ് ദ റിസീവിംഗ് യൂസർ ഏജന്റ്സ് ക്യാൻ പിക്ക് ആൻ അപ്രോപ്രിയേറ്റ് ഏജന്റ് ഓർ മെക്കാനിസം ടു റെപ്രസെന്റ് ദ ഡാറ്റ ടു ദ യൂസർ ഓർ അതർവൈസ് ഡീൽ വിത്ത് ദ ഡാറ്റ ഇൻ അപ്രോപ്രിയേറ്റ് മാനർ. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിലിന്റെ ബോഡിയിലുള്ള കണ്ടന്റിനെ ഡിസ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ദാറ്റ് മീൻസ് ഏത് ടൈപ്പ് ഓഫ് ഡാറ്റ ആണ് അതിലുള്ളതെന്ന് ഡിസ്ക്രൈബ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് റിസീവറിന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ ആ ഡാറ്റനെ റിസീവർ ഇന്റർപ്രിറ്റ് ചെയ്യണമെന്ന് റിസീവറിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ കണ്ടന്റ് ടൈപ്പ് അവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. ദെൻ തേർഡ് ഹെഡർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ട്രാൻസ്ഫർ എൻകോഡിംഗ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ട്രാൻസ്ഫർ എൻകോഡിംഗിൽ നമ്മൾ ആ ഈ മെയിലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ മെയിലിനെ യാതൊരു രീതിയിലും ഒരു ആൾട്ടർനേഷൻ അവിടെ വരാത്ത രീതിയിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം അപ്പൊ ഇവിടെ ഈ കണ്ടന്റ് ട്രാൻസ്ഫർ എൻകോഡിംഗ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ ടൈപ്പ് ഓഫ് ദ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ടു റെപ്രസെന്റ് ദ ബോഡി ഓഫ് ദ മെസ്സേജ് ഇൻ എ വേ ദാറ്റ് ഈസ് അക്സെപ്റ്റബിൾ ഫോർ മെയിൽ ട്രാൻസ്പോർട്ട്. അപ്പൊ നമ്മൾ ആ മെയിലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ എന്ത് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ആണ് യൂസ് ചെയ്യുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെഡർ ഫയൽസ് യൂസ് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ഐ ഡി ആണ്. കണ്ടന്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ദ മൈം എൻറ്റിറ്റീസ് യുണീക്ലി ഇൻ മൾട്ടിപ്പിൾ കോണ്ടെക്സ്റ്റ്. അതായത് മൈമിന്റെ എൻറ്റിറ്റീസ് യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹെഡർ ഫീൽഡ് ആണ് കണ്ടന്റ് ഐ ഡി. ഇതിന്റെ ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ഡിസ്ക്രിപ്ഷൻ ആണ്. അതായത് ടെക്സ്റ്റ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് വിത്ത് ദ ബോഡി. ദാറ്റ് മീൻസ് ആ ഒബ്ജക്റ്റിന്റെ ടെക്സ്റ്റ് ഡിസ്ക്രിപ്ഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിഫ്ത്ത് ഹെഡർ ഫയൽസ് ആയ കണ്ടന്റ് ഡിസ്ക്രിപ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൈമിനെ കുറിച്ചാണ്. അപ്പൊ മൈം ഡിഫൈൻ ചെയ്തത് മെയിൻ ആയിട്ട് എന്തിനായിരുന്നു, ആ RFC 5322 ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു മൈം ഡിഫൈൻ ചെയ്തത്. അപ്പൊ അഡീഷണൽ ആയിട്ട് 3 കോമ്പോണൻസ് ആഡ് ചെയ്തത് നമ്മൾ പറഞ്ഞു, ഒരു 5 ഹെഡർ ഫീൽഡ്സ്, അതേപോലെ തന്നെ കണ്ടന്റ് ഫോമാറ്റ്, അതേപോലെ തന്നെ ട്രാൻസ്ഫർ എൻകോഡിംഗ്. അപ്പൊ ആ 5 ഹെഡർ ഫീൽഡ്സുകൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കിയിരുന്നത്. മൈമിന്റെ വേർഷൻ, കണ്ടന്റ് ടൈപ്പ്, ദെൻ കണ്ടന്റ് ട്രാൻസ്ഫർ എൻകോഡിംഗ്, കണ്ടന്റ് ഐ ഡി ആൻഡ് കണ്ടന്റ് ഡിസ്ക്രിപ്ഷൻസ്. ദെൻ നമുക്കിനി അടുത്തത് മൈം കണ്ടന്റ് ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, കണ്ടന്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അയക്കുന്ന ഡാറ്റയെ ഏത് ടൈപ്പ് ആയിട്ടാണ് ഐഡന്റിഫൈ ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഈ കണ്ടന്റ് ടൈപ്പിനെ നമ്മൾ 2 രീതിയിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ 7 ഡിഫറെന്റ് മേജർ ടൈപ്സ് ഓഫ് കണ്ടന്റ്, അതേപോലെ തന്നെ സബ് ടൈപ്സ് ആയിട്ടാണ്. അതായത് ഒന്ന് കണ്ടന്റ് ടൈപ്പിനെ 7 ഡിഫറെന്റ് മേജർ ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ 7 ടൈപ്പിനെ വീണ്ടും 15 സബ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ കണ്ടന്റ് ടൈപ്പ് എന്താ ചെയ്യുന്നത്, ഇറ്റ് ഡിക്ലെയർ ദ ജനറൽ ടൈപ്പ് ഓഫ് ദ ഡാറ്റ. അപ്പൊ ഡാറ്റനെ ജനറൽ ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടന്റ് ടൈപ്പ് യൂസ് ചെയ്യുന്നത്. സബ് ടൈപ്പ് എന്താ ചെയ്യുന്നത്, ഇറ്റ് സ്പെസിഫൈ ദ ജനറൽ ഡാറ്റനെ സ്പെസിഫൈ ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റിൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സബ് ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പൊ കണ്ടന്റ് ടൈപ്പ് ഉണ്ട്, സബ് ടൈപ്പ് ഉണ്ട്. അപ്പം ഏതൊക്കെയാണ്
കണ്ടന്റ് ടൈപ്സ് നോക്കാം, അതേപോലെ തന്നെ അതിന്റെ സബ് ടൈപ്സ് നോക്കാം. അപ്പൊ മെയിൻ ആയിട്ട് 7 കണ്ടന്റ് ടൈപ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അത് ഏതൊക്കെയാണ്? ടെക്സ്റ്റ്, മൾട്ടിപാർട്ട്, മെസ്സേജ്, ഇമേജ്, വീഡിയോ, ഓഡിയോ, അപ്ലിക്കേഷൻസ്. അപ്പൊ അതിന്റെ ഓരോന്നിന്റെ സബ് ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ് അവിടെ പറയുന്നത്. ടെക്സ്റ്റിനെ വീണ്ടും സബ് ടൈപ്പ് ആക്കിയിട്ടുണ്ട്. ഒന്ന് പ്ലെയിനും എൻറിച്ച്ഡും. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അൺഫോർമാറ്റഡ് ടെക്സ്റ്റ് ആണ്. എൻറിച്ച്ഡ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ്സ് ഗ്രേറ്റർ ഫോർമാറ്റ് ഫ്ലെക്സിബിലിറ്റീസ് ആണ്. ദെൻ മൾട്ടിപാർട്ട് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് പാർട്സ് ആയിട്ടുണ്ടാവുക. ആ ഡിഫറെന്റ് പാർട്സിനെ സബ് ടൈപ്പില് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് മിക്സഡ്, പാരലൽ, ആൾട്ടർനേറ്റീവ് ആൻഡ് ഡൈജസ്റ്റ്. അപ്പൊ അതിൽ മിക്സഡ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് പാർട്സ് ആർ ഇൻഡിപെൻഡന്റ് ബട്ട് ആർ ടു ബി ട്രാൻസ്മിറ്റ് ടുഗെദർ. ഇൻഡിപെൻഡന്റ് ആയെങ്കിലും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ ഒരുമിച്ചായിട്ടായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യാം. പാരലൽ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഫ്രം മിക്സഡ് ഓൺലി ഇൻ ദാറ്റ് നോ ഓർഡർ ഈസ് ഡിഫൈൻഡ് ഫോർ ഡെലിവറിംഗ് ദ പാർട്സ് ടു ദ റിസീവർ. ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ ദ ഡിഫറെന്റ് പാർട്സ് ആർ ആൾട്ടർനേറ്റീവ് വേർഷൻ ഓഫ് ദ സെയിം ഇൻഫർമേഷൻസ്. ദെൻ ഡൈജസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സിമിലർ ടു മിക്സഡ് ആണ്, ബട്ട് ദ ഡീഫാൾട്ട് ടൈപ്പ് അല്ലെങ്കിൽ സബ് ടൈപ്പ് ഓഫ് ദി ഈച്ച് പാർട്ട് ഈസ് മെസ്സേജ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ RFC 822 ആയിരിക്കും. ദെൻ മെസ്സേജിനെ വീണ്ടും 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, സബ് ടൈപ്പ് ആക്കി ചെയ്തു. ഏതൊക്കെ? RFC 822, പാർഷ്യൽ ആൻഡ് എക്സ്റ്റേണൽ ബോഡി. അപ്പം RFC 822 എന്ന് പറഞ്ഞാൽ ദ ബോഡി ഈസ് ഇറ്റ്സെൽഫ് ആൻഡ് എൻകാപ്സുലേറ്റഡ് മെസ്സേജ് ദാറ്റ് കൺഫോംസ് ടു RFC 822. പാർഷ്യൽ എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ടു അലോ ഫ്രാഗ്മെന്റേഷൻ ഓഫ് ലാർജ് മെയിൽ ഐറ്റംസ് ഇൻ എ വേ ദാറ്റ് ഈസ് ട്രാൻസ്പെറന്റ് ടു ദ റെസിപ്പിയന്റ്. ദെൻ എക്സ്റ്റേണൽ ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? contains a pointer to an object that exists elsewhere. Then image in the JPG and GIF ആണ്. JPG എന്ന് പറഞ്ഞാൽ the image is in JPG format ആയിരിക്കും, അല്ലെങ്കിൽ JFIF encoding ആയിരിക്കും. Then GIF എന്ന് പറഞ്ഞാൽ എന്താ? the image is in the GIF ഫോമാറ്റിലായിരിക്കും. Then വീഡിയോ പറഞ്ഞാൽ MPG ആണ്, അതിൽ MPEG ഫോമാറ്റിലായിരിക്കും. ഓഡിയോ എന്ന് പറഞ്ഞാൽ ബേസിക് ആണ്, അതായത് സിംഗിൾ ചാനൽ 8-bit ISDN ആണ്. ദെൻ അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് സ്ക്രിപ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഓക്ട് സ്ട്രീമും ഉണ്ട്. പോസ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അഡോബ് പോസ്റ്റ് സ്ക്രിപ്റ്റ് ആണ്. ഓക്ട് സ്ട്രീം എന്ന് പറഞ്ഞാൽ ജനറൽ ബൈനറി ഡാറ്റ കൺസിസ്റ്റിംഗ് ഓഫ് 8 ബൈറ്റ് ടൈപ്സ് ആണ്. ഓക്കെ, ഇതാണ് കണ്ടന്റ് ടൈപ്സ്. അതിന്റെ 7 സബ് ടൈപ്സ് ഉണ്ട്. അതിനെ വീണ്ടും നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് 7 കണ്ടന്റ് ടൈപ്സ് ഉണ്ട്. അതിനെ വീണ്ടും നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് 15 സബ് ടൈപ്സ് ഉണ്ട്. അതിന്റെ ഡിസ്ക്രിപ്ഷൻസും ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ മൈമിന്റെ സ്പെസിഫിക്കേഷനിൽ ഫസ്റ്റ് നമ്മൾ കണ്ടന്റ് ഫോമാറ്റ് പറഞ്ഞു. ദെൻ ഫസ്റ്റ് നമ്മൾ ഹെഡർ ഫീൽഡ്സ് പറഞ്ഞു 5 ആണ്. ദെൻ കണ്ടന്റ് ഫോമാറ്റ് പറഞ്ഞു. ദെൻ തേർഡ് വൺ ആണ് മൈം ട്രാൻസ്ഫർ എൻകോഡിംഗ് എന്ന് പറഞ്ഞത്. മൈം ട്രാൻസ്ഫർ എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയായിരുന്നു, നമ്മൾ മെയിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതിൽ ഇടയിലേക്ക് ഒരു അൾട്ടർനേഷൻ ഒന്നും കയറി വരാണ്ട് അതിന്റെ മെയിലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് മെത്തേഡ് യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ 6 എണ്ണമാണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് 3 എണ്ണം നോക്കുക, 7-bit, 8-bit ആൻഡ് ബൈനറി. അതിൽ ഫസ്റ്റ് 3 ശരിക്കും എൻകോഡിംഗ് ഒന്നും അതിൽ ചെയ്യുന്നില്ല. നമ്മൾ അയക്കുന്ന ഡാറ്റയുടെ നേച്ചർ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. അതായത് 7-bit ഡാറ്റയാണ് അയക്കുന്നത്, അല്ലെങ്കിൽ 8-bit ഡാറ്റയാണ് അയക്കുന്നത്, അല്ലെങ്കിൽ ബൈനറി ഡാറ്റയാണ് അയക്കുന്നതെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് 3 ട്രാൻസ്ഫർ എൻകോഡിംഗ് യൂസ് ചെയ്യുന്നത്. ദെൻ കോഡഡ് പ്രിന്റബിളും ബേസ് 64ഉം നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന 2 ട്രാൻസ്ഫർ എൻകോഡിങ്സ് ആണ്. അതിൽ ഫസ്റ്റ് കോഡഡ് പ്രിന്റബിൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഡാറ്റ കൂടുതലും ആസ്കി ആവുന്ന സിറ്റുവേഷനിലാണ്. അതായത് ഹ്യൂമൺ അണ്ടർസ്റ്റാൻഡബിൾ ഫോമാറ്റിലുള്ള ഡാറ്റയെ എൻകോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോഡഡ് പ്രിന്റബിൾ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ദെൻ ബേസ് 64 ആവുന്ന സമയത്ത് ഇത് എന്താ ചെയ്യുന്ന അറിയോ? ഇത് ബിറ്റ് ഫോമാറ്റിലുള്ള ഡാറ്റയെ പ്രിന്റബിൾ ആസ്കി ക്യാരക്ടർ അല്ലെങ്കിൽ ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബേസ് 64 യൂസ് ചെയ്യുന്നത്. അതായത് 64 ബിറ്റ് ഫോമാറ്റിലെ ഡാറ്റയെ പ്രിന്റബിൾ ആസ്കി ക്യാരക്ടേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബേസ് 64 മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് പറഞ്ഞാൽ എക്സ് ടോക്കൺസ് ആണ്. അത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എ നെയിം നോൺ സ്റ്റാൻഡേർഡ് എൻകോഡിംഗ് ആണ്. അതായത് നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള പുതിയ ഏതെങ്കിലും ഒരു എൻകോഡിംഗ് സ്കീം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു എൻകോഡിംഗ് സ്കീം ഏതാണോ അതിന്റെ പേര് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഈ എക്സ് ടോക്കണിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അതിനാണ് ഈ ഒരു മെത്തേഡ് എക്സ് ടോക്കണിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മളെ മൈം ട്രാൻസ്ഫർ എൻകോഡിംഗ്. അപ്പൊ മൈമിന്റെ 3 സ്പെസിഫിക്കേഷൻസ് നമ്മൾ കണ്ടു, 5 ഹെഡർ ഫീൽഡ്സ് കണ്ടു, അതേപോലെ തന്നെ കണ്ടന്റ് ടൈപ്സ് ഫോമാറ്റ്സ് കണ്ടു, അതേപോലെ തന്നെ മൈം ട്രാൻസ്ഫർ എൻകോഡിങ്സും കണ്ടു.